ഹലോ, നമ്മൾ വീണ്ടും ആർ ജെ ക്രിയേഷനോട് ഒരു ട്രിപ്പിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ഈ ട്രിപ്പിലെ ചെറിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വരുന്നു. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് വെറോനയ്ക്ക് പോകാൻ. ഇവിടുന്ന് മന്തോയിൽ നിന്ന് വെറോനയ്ക്ക് കയറി ഒന്ന് കറങ്ങി കണ്ടിട്ടൊക്കെ വരും. ഇവിടെ അടുത്തൊരു സ്ഥലമാണ് മന്തോയിൽ നിന്ന് അടുത്ത് പോകാൻ പറ്റിയ സ്ഥലം വെറോനയാണ്. കുഴപ്പമില്ല, നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇതാണ് മണ്ടോവ ഫ്രാൻസിൻ്റെ സ്റ്റേഷൻ. ഇറ്റലിയിലുള്ള മണ്ടോവ എന്നൊരു സ്ഥലമാണിത്. ഇവിടുത്തെ ചെറിയ സ്റ്റേഷനിലൊന്നാണിത്. ഇവിടുന്ന് ഇപ്പോൾ രാജീവ് കയറും. ഇപ്പോൾ രാജീവിൻ്റെ ട്രെയിൻ വരാറായി. നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ട്രെയിൻ ദൂരത്തു നിന്ന് വരുന്നുണ്ട്. രാജീവ് ട്രെയിനിൽ കയറാൻ തയ്യാറായി. ഇന്ന് നമ്മൾ പോകുന്നത് വെറോണ എന്ന സ്ഥലത്തേക്കാണ്. തൊട്ടടുത്ത സ്റ്റേഷനായ ഗാസോഡി ബിഗറിൽ നിന്ന് ഞങ്ങളും കയറും. ഇവിടെ പൊതുവെ തിരക്ക് കുറവായതുകൊണ്ട് യാത്ര നല്ല കംഫർട്ടബിളാണ്. നമ്മൾ കയറിയ ചെറിയ സ്റ്റേഷൻ ആയതുകൊണ്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഇല്ല. ട്രെയിനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തി. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനെ കയറാൻ പോവുകയാണ്. രാവിലെ നല്ല ഒരു ചെറിയ തണുപ്പുണ്ട്, കൂടാതെ ചെറിയൊരു വെയിലും. ഇവിടെ ഇപ്പോൾ തണുപ്പ് സീസൺ അല്ല, എന്നാലും നല്ല ഒരു ഫീലാണ്. ഇപ്പോൾ നല്ലൊരു മോർണിംഗ് ഫീലാണ്. അങ്ങനെ ഒന്നിച്ചുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങി. നമ്മുടെ നാടിനെ ഓർപ്പിക്കുന്ന പച്ചപ്പ് നിറഞ്ഞ ഗ്രാമപ്രദേശങ്ങളാണ് ഇവിടെ. കൃഷിസ്ഥലങ്ങളും മരങ്ങളും വയലുകളും ചെടികളും പൂക്കളും ഒക്കെയാണ് കൂടുതൽ ഇവിടെ. ഇവിടെ കൃഷിപ്പണി ചെയ്യുന്നത് കൂടുതലും പഞ്ചാബികളാണ്. ഈ ഗോതമ്പ് പാടങ്ങളും ട്രാക്ടറും ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇന്ത്യയിലുള്ള ഏതോ പഞ്ചാബി ഗ്രാമമാണെന്ന് ഓർത്തു പോകും. നമുക്ക് കണക്ഷൻ ട്രെയിനാണ്. ആദ്യമേ നഗോറ എന്ന സ്ഥലത്ത് ഇറങ്ങി വെറോണ പോർട്ടോ നോവോ എന്ന സ്ഥലത്തേക്ക് വേണം നമുക്ക് പോകാൻ. ഒരു 10 മിനിറ്റ് യാത്ര. ഞങ്ങളങ്ങനെ നോഗ്രയിൽ ഇറങ്ങി അണ്ടർപാത്ത് വഴി നടന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾക്കുള്ള ട്രെയിൻ വരുന്നത്. അങ്ങനെ വെറോണയിലേക്കുള്ള ട്രെയിൻ വന്നു. നഗര സ്റ്റേഷനോട് നമ്മൾ ഇവിടെ പറയുന്നു. ഇനി നമുക്ക് വെറോണയിൽ വെച്ച് കാണാം. ഈ ട്രെയിൻ പാളങ്ങളൊക്കെ കാണുമ്പോൾ എറണാകുളം സൗത്ത് സ്റ്റേഷൻ ഓർമ്മ വരും. പക്ഷേ ഇവിടുത്തെ ട്രെയിൻ എല്ലാം തന്നെ നല്ല ഭംഗിയുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ വെറോണ സ്റ്റേഷനിലോട്ട് വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറെടുക്കുന്നു. സൈഡിലേക്കൊക്കെ നമുക്ക് ദൂര സ്ഥലത്തേക്ക് പോകുന്ന ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ കാണാം. പിന്നെ ദൂരെയായി നമുക്ക് മലകൾ മഞ്ഞ് മൂടി കിടക്കുന്നത് കാണാം. കുറച്ച് വീടുകളും കാണാം. അപ്പോൾ നമ്മൾ വെറോണ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് സ്റ്റേഷനിൽ തന്നെയുള്ള കഫേയിൽ കയറി ഞങ്ങൾ സാൻഡ്വിച്ചും കോഫിയും കഴിച്ചു. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. കഫേ കാണാൻ നല്ല ഭംഗിയാണ്.
അപ്പോൾ സാൻഡ്വിച്ചും കോഫിയും ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉടൻ തന്നെ നമുക്കിപ്പോൾ വെളിയിലിറങ്ങണം. വെളിയിലിറങ്ങി നമ്മൾ നേരെ പോകുന്നത് വെറോണ സ്ക്വയറിലേക്കാണ്. സ്റ്റേഷന് വെളിയിലായി ഒരു പഴയ കത്തീഡ്രലുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ബസ് കിട്ടും. പക്ഷേ നമ്മൾ നടന്നു പോകാൻ തീരുമാനിച്ചു. ഇവിടെ നമുക്ക് എല്ലാം കാഴ്ചകളാണ്. അപ്പോൾ നടന്നു പോയാൽ നമുക്ക് എല്ലാ ഫോട്ടോസ് എടുത്ത് പോകാൻ പറ്റുകയുള്ളൂ. ഈ നദി ക്രിയേറ്റ് ചെയ്താണെന്ന് തോന്നിപ്പോകുന്നു. അത്രയ്ക്ക് കാണാൻ ഭംഗിയുണ്ട് ഇതിന്. കൂടാതെ അതിനടുത്തായി അണ്ടർ പാസേജ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവിടെ ഇന്ന് ഒരു മാരത്തോട്ടം നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അത് കാണാം. വളരെയേറെ ആൾക്കാർ ഉണ്ട്. പ്രായം ചെന്നവരും ചെറുപ്പക്കാരും കുട്ടികളും ചിലരുടെ കൂടെ പെറ്റ് ഡോഗുകളും ഉണ്ട്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ സ്ട്രീറ്റിലൂടെ ഞങ്ങൾ നടക്കുന്നു. നല്ല ഭംഗിയുള്ള സ്ട്രീറ്റുകൾ. നമ്മൾ ഉദ്ദേശിച്ച ആ സ്ക്വയറിലേക്ക് എത്തി. അതിൻ്റെ കവാടമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ചെറിയ പാർക്കിലായി ഒരു കപ്പലിൻ്റെ പഴയ നങ്കൂരം സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ പഴക്കം ചെന്നതാണ് എന്ന് അതിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് കാണുമ്പോഴേ അറിയാം. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ട്രീറ്റിലൂടെ നടന്ന് കവാടത്തിലേക്ക് എത്തി. ഇത് വെറോണ സ്ക്വയറിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഇതിനുള്ളിൽ വളരെ ചരിത്രപ്രധാനമായ പല മ്യൂസിയങ്ങളുമുണ്ട്. എല്ലാം വളരെ പഴക്കം ചെന്നതാണ്. ഇതിൽ പ്രധാനമായി അറീന സ്റ്റേഡിയമാണ്. AD 30 പണി കഴിപ്പിച്ചതാണിത്. 2000 വർഷത്തോളം പഴക്കം വരും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി വേറൊരു വീഡിയോയിൽ നമുക്ക് വരാം. ഇവിടെ മാരത്തോണുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഡാൻസ് പ്രോഗ്രാമാണ് നടക്കുന്നത് ഇപ്പോൾ. കുട്ടികളും വലിയവരും എല്ലാം തന്നെയുള്ള ഡാൻസിൽ. പലരും ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മളും കുറച്ച് കവർ ചെയ്യുന്നുണ്ട്.
the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up! It's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind, cause it's everything. You can mold, shape, find almost anything. All it takes is some time and some clarity to find your identity. It's mind over everything. And when I feel like this, I'm immortal. When I feel like this, I'm immortal. ഇവിടെ മിലിറ്ററിക്കാരുടെ കൂടെ നിന്നാൽ അവർ ക്യാരി ചെയ്യുന്ന ബാഗും മറ്റു വിട്ട് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാ ആൾക്കാരും അവരുമായി നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഞങ്ങളും കൂടെ കുറേ ഫോട്ടോകൾ എടുത്തു. ഇത് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ദൂരം കൂടെ നടന്നപ്പോൾ പരമ്പരാഗത ഡ്രസ്സിട്ട കുറച്ച് ആൾക്കാർ നിൽക്കുന്നത് കണ്ടു. അവരോട് നിന്ന് കുറച്ച് ഫോട്ടോകൾ എടുത്തു. നല്ല കളർഫുൾ ഡ്രസ്സാണ് അവരിട്ടേക്കുന്നത്. അത് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കിയുമായി അടുത്ത വീഡിയോയിൽ വരാം. RJ ക്രിയേഷൻ രാജുവിനോടൊപ്പം മോബിൻ. ഓക്കെ, ബൈ ബൈ. You will never see me crack, and if you get